പി ദുൽകിഫിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ദുൽകിഫിൽ, എന്താണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിന് സംഭവിച്ചത്? മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനമായ മറ്റൊരു പരാതി ഉയരുമ്പോഴും നമ്മൾ ഈ കാഫിർ സ്ക്രീൻഷോട്ടിനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനൗൺസ്മെന്റ് വിവാദം പുറത്തു വന്നപ്പോഴും ആളുകൾ ആ കാഫിർ സ്ക്രീൻഷോട്ട് കേസിനെ ഓർത്തിരുന്നു. എന്തായിരുന്നു ആ കേസ്? ആ കേസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പല ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്നിപ്പോൾ കാസിം വന്ന് പറയുമ്പോഴാണ് അൺഡിറ്റക്റ്റഡ് വിഭാഗത്തിൽപ്പെടുത്തി എവിടെയും എത്താതെ ആ കേസ് പോലീസ് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിബേഷിൻ്റെ അടക്കം ഫോണുകൾ പരിശോധിച്ചിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഫോണിൻ്റെ പരിശോധനാ ഫലമൊന്നും പുറത്തു വരാതിരുന്നത്? അതോ ബോധപൂർവം അത് മറച്ചുവെക്കുന്നു എന്ന പരാതി നിങ്ങൾക്കുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസിന് സംഭവിച്ചത്? അല്ല, ആ കേസിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ എന്താണ് CPM ഇച്ഛിച്ചത്, അതിനനുസരിച്ച് കേരളത്തിലെ പോലീസ് പെരുമാറി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിബേഷ് രാമചന്ദ്രനിലേക്ക് എത്തിപ്പെട്ടതും. പക്ഷെ റിബേഷ് രാമചന്ദ്രൻ എത്തിപ്പെട്ട അന്ന് മുതൽ CPM ആ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഇത് ഒരു പോലീസ് മാത്രമല്ല ഇതിലുള്ളത്. വടകരയിലെ മജിസ്ട്രേറ്റ്, വടകരയിലെ മജിസ്ട്രേറ്റ് അതിൽ എടുത്ത ഒരു സമീപനം, അതുൾപ്പെടെ ആ മജിസ്ട്രേറ്റ് എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോ പുതിയൊരു വിവാദത്തിലേക്ക് CPM പോകുമ്പോ അത് ആ തരത്തിൽ, അതായത് ഞങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട്, ഞങ്ങൾ ഏത് തരത്തിലും പെരുമാറും, അത് വർഗീയതയാണെങ്കിൽ വർഗീയത, ഏത് തരത്തിലും. പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഉത്തർപ്രദേശിലെയും അതേപോലെ തന്നെ സംഘപരിവാറിന്റെയും RSSന്റെയും ഭരണകൂടമുള്ള സ്ഥലത്തുള്ള ഒരു സംസ്ഥാനത്തുള്ള പോലീസ് സംവിധാനം പോലെ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗൗരവകരമായ കാര്യം. ഇത് ഒരു കാസിമിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഇത് ഇന്ന് കാസിമാണെങ്കിൽ നാളെ അത് ഔസോപ്പാവും, അല്ലെങ്കിൽ നാളെ അതും രാജനാവും. ഇത് തരാതരം വർഗീയത ഏതൊക്കെ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ ആ തരത്തിലേക്ക് CPM മാറാൻ വേണ്ടി ഈ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കൊല്ലത്തുള്ള കൊല്ലത്തുള്ള MP ആയിരുന്ന ഈ പറയുന്ന NK രാമചന്ദ്രനെ ഈ പറയുന്നത് പോലെ RSS ആക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്. ഇവിടെ ഷാഫിയാകുമ്പോൾ ആ തരത്തിൽ ശ്രമിക്കുന്നു. അപ്പോ ഇത് കൃത്യമാണ്. ഓരോ സമയത്തും തരാതരം കൃത്യമായി വർഗീയത ഉണ്ടാക്കി എന്തെങ്കിലും NK രാമൻ ഈ പറയുന്ന പോലെ കൊല്ലത്തിൽ MBA ചെയ്തതുപോലെ, അദ്ദേഹത്തിന് വടകര MPക്കെതിരായി സംസാരിച്ചതുപോലെ കൃത്യമായിട്ട് ഓരോ സമയത്തും ഓരോ തരം വർഗീയത. ഒരു സ്ഥലത്ത് ന്യൂനപക്ഷമാണെങ്കിൽ മറു സ്ഥലത്ത് ഭൂരിപക്ഷമാണ്. ഇപ്പൊ RSS ആയാലും അതേപോലെ തന്നെ മറ്റു തീവ്ര സ്വഭാവമായാലും CPM തന്നെ ഒരു കൃത്യമായിട്ട് സംവിധാനം ഉണ്ടാക്കുന്നു. അവർ തന്നെ അത് പ്രചരിപ്പിക്കുന്നു. പക്ഷെ അതിന് പോലീസ് സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും കോടതിയെ അടക്കം ഉപയോഗപ്പെടുത്തി എന്നതാണ്. അതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം കാസിമിനെതിരായിട്ടുള്ള കേസ് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ആ കേസ് ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഒരു പയ്യനെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുകയും ആ പയ്യനെ വേട്ടയാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു കേസിൽ അതിന്റെ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഈ റിബേഷ് രാമചന്ദ്രൻ എന്ന് പറയുന്ന DYFIയുടെ മേഖലാ പ്രസിഡന്റ്, അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പൊ ആ അദ്ദേഹത്തെ കുറ്റമുക്തമാക്കാൻ അല്ലാതെ ഈ പറയുന്ന കാസിമിനെ ഇപ്പോഴും ഒരു സംശയത്തിന്റെ ആനുകൂല്യം വെച്ചുകൊണ്ട് അതില് പ്രതിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോ വാദിയെ പ്രതിയാക്കുകയും പ്രതിയെ വാദിയാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കേരള പോലീസ് പോകുന്നത്. ഉത്തരേന്ത്യയിലെ പോലീസ് പോലെയാണ് നമ്മുടെ പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഭയാനകരമായ കാര്യം. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്കിപ്പോ ഏറ്റവും രസകരമായി തോന്നുന്നത് CPMുമായിട്ട് ബന്ധപ്പെട്ട കേസിലാകുമ്പോൾ വിവരം കൊടുക്കാതിരിക്കുകയും മറ്റ് ആരെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള കേസാണെങ്കിൽ കൃത്യമായി വിവരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി
ഈ പറയുന്ന സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെറ്റ മാറിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കേണ്ടത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്കിപ്പോ സംശയമുണ്ട്, മെറ്റയ്ക്ക് ഇവര് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, മെറ്റയോട് ഇവര് ഈ പറയുന്ന പോലെ വിവരങ്ങൾ തേടിയിട്ടുണ്ടോ, ഇതൊക്കെ ഇവര് പറയുന്നതിലൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. പലപ്പോഴും വിവരാവകാശ രേഖ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് നിങ്ങൾ SP-യോട് ചോദിക്കൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും നിങ്ങൾ CA-യോട് ചോദിക്കൂ, CA പറയും അത് ഈ ഓഫീസിൽ, അത് DYSP-യുടെ ഓഫീസിലാണുള്ളത്, DYSP പറയും അത് SP-യുടെ ഓഫീസിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരാവകാശ നിയമത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിലാണ് ഈ ഒരു കേസിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവകരമായ സംഭവമാണ്. അതിന്റെ ഇടയിലാണ് പേരാമ്പ്രയിൽ മറ്റൊരു സംഭവം വരുന്നത്. അപ്പം തരാതരം ഇത് ഒരു ഭാഗത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ നമുക്കറിയാം നാദാപുരത്ത് തീയ സമൂഹത്തിന് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ CPM തന്നെയാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത്. അതുകൊണ്ട് അവരേതറ്റം വരെയും പോകും, പക്ഷെ അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ്.